ചേട്ടാ ചേച്ചി അച്ഛനും അമ്മയും കൂടി എവിടെ പോയേക്കുവാ? കുറെ നേരമായല്ലോ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇത് എവിടെ പോയി? ഭാഗ്യത്തിന് ചെടിച്ചട്ടിയിൽ കീ വെച്ചിട്ട് പോയതുകൊണ്ട് വീട്ടിൽ കയറാൻ പറ്റി. ആ ഒരു കണക്കിന് നന്നായി, ഇന്ന് ട്യൂഷന് പോകണ്ടല്ലോ. അല്ലേ അത് നേരാണല്ലോ. ഇന്ന് ട്യൂഷന് പോകാനൊരു മടി, അല്ലാത്തപ്പോൾ വരുമ്പോഴേ ഓടുന്നതാണല്ലോ. ഓ ബോറാടി, പിള്ളേരൊന്നും ഇല്ല, എത്താന്നറിയില്ല. ടോപ്പി ചേട്ടനാണല്ലോ, ഒന്നിച്ച് നോക്കൂടെ? ഇതേ പാറും, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചി, എന്താ കാര്യം? എന്താ എന്നോടെങ്കിലും ഒന്ന് പറയുന്നേ? എത്ര ദിവസമായി വഴക്ക് തുടങ്ങിയിട്ട്? ചെറിയ പിള്ളേരെ അറിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. എന്ത് കഷ്ടമാണ്, എന്ത് സാധനം എന്നാലും ഞാൻ നിന്റെ അത്ര സാധനമൊന്നുമില്ല. എന്ത് കഷ്ടമാണ്. ആ സാ ചേച്ചി, എന്തിനാ വെറുതെ വഴക്കൊക്കെ? അമ്മയ്ക്ക് വെച്ചിട്ട് പേടിയാണ് നമ്മുടെ വീട്ടിൽ നിർത്തിട്ട് പോകാൻ. വീട് തലയിരിച്ച് വെക്കുമെന്നൊക്കെ പറയണം. വെറുതെ വഴക്കൊന്നും ഇടണ്ടെന്നേ. ഞങ്ങൾ വീട് തലയിരിച്ചാലേ നമുക്ക് അച്ഛനമ്മയും വരുമ്പോൾ നീരിപ്പിട്ട് കിട്ടും. നേരെ എടി, നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ വീട്ടിൽ. ബാക്കി എല്ലാവരും ഓരോ വീട്ടിൽ പറഞ്ഞു, സമ്മതിച്ചു. നമ്മൾ മാത്രം പറഞ്ഞില്ല, ഇന്ന് പറയണം കേട്ടല്ലോ. ആ ചേച്ചി, എൻ്റെ ആദ്യത്തെ ടൂറ് സ്കൂളിൽ നിന്ന്. ഇതിന് മുമ്പ് ഒരു ടൂർ വന്ന് ഓർക്കണുണ്ടോ? അന്ന് മഴ പെയ്ത് എന്നെ വിട്ടില്ല, ഞാൻ ചെറുതാത്ര. ഇന്നങ്ങനെ പറഞ്ഞ എന്നെ ഈ 5ാം ക്ലാസ് ആകുമ്പോൾ വിടാമെന്ന് പറഞ്ഞിരുന്നത്. നോക്കണമല്ലോ, വരട്ടെ. ഇന്ന് എന്തായാലും നല്ലോണം സോപ്പിട്ട് പതപ്പിക്കണം. ആ മക്കളെ സോപ്പൊക്കെ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. മക്കളെ അമ്മ, അമ്മേ ഇപ്പൊ വന്നേയാണല്ലോ നിങ്ങള്? അതോ ഞാൻ അമ്മയെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അമ്മ എവിടെ പോയതാ ഞങ്ങളുടെ ഇട്ടിട്ട്? നമുക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഞങ്ങളെ നോക്കണ്ടേ? അതുണ്ടല്ലോ, അമ്മയ്ക്ക് അച്ഛനും അത്യാവശ്യമായിട്ട് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു. അവരെ നാളെ ഗൾഫിൽ പോവുക. അപ്പോൾ വേഗം അവരെ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്ത്. വന്ന വഴിക്കാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക് അതാട്ടോ. ആണോ? ഗൾഫിൽ പോവാണോ? അതെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വന്ന് കാണുമല്ലോ എന്ന് ഓർത്ത് വേഗം പോന്നു. അതുകൊണ്ട് അച്ഛൻ എന്നെ ഇവിടെ ആക്കിയിട്ട് ഒന്നുകൂടി പോയി. അച്ഛൻ പോയോ? ഞാനും കൂടെ പോവായിരുന്നു. എന്തിന്? ഗൾഫിൽ പോയാലും വന്നാലും വല്ല മിഠായി കിട്ടിയാലോ? നിങ്ങൾക്കുള്ള മിഠായിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹായ്, എൻ്റെ ചക്കര സുന്ദരി അമ്മ. എന്തോ ഞാൻ മണക്കുന്നുണ്ട്. എന്നാമേ എന്തോ ഒരു കാര്യം കാണലുണ്ടല്ലോ. ഞങ്ങൾക്ക് സ്നേഹം മാത്രമല്ല അമ്മ. നടക്കട്ടെ ബാക്കി നമുക്ക് കണ്ടുപിടിച്ചോളാം കേട്ടോ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം കേട്ടോ. വാ നമുക്ക് കഴിക്കാം. എന്താ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഒന്നുമില്ല അമ്മേ. അമ്മേ ഇതേ കുറേ പാത്രം കഴിയാനുണ്ടല്ലോ, നിങ്ങൾ കഴി സഹായിക്കട്ടെ? എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണോ? അതെ അമ്മേ ഇവിടെ മൊത്തം അടിച്ചു വരട്ടെ, ഞാൻ ഇവിടെ പാത്രം കഴിക്കോളൂ. അത് ശരി, തൽക്കാലം മക്കളൊന്നും ചെയ്യണ്ട, പോയിരുന്നൊന്ന് പഠിച്ചാൽ മതി. അത് ഞാൻ അങ്ങനെ അറിയണേ, ഞങ്ങൾ അമ്മയെ സഹായിക്കാൻ വന്നല്ലേ. പാവം അമ്മ രാവിലെ തൊട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്തോരം പണിയെടുക്കുക. ഇച്ചിരി നേരം വിശ്രമിക്കാമേ, ഞങ്ങൾ ചെയ്തോളൂ ഇതൊക്കെ. മക്കളെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷേ എന്തായാലും ഇന്നത് വേണ്ട. അമ്മക്ക് എന്തോ ഒരു പന്തികേടുണ്ട്, അതുകൊണ്ട് പോയിരുന്ന് പഠിച്ചിട്ടോ. ശരി അമ്മയുടെ ഒരു കാര്യം. അന്ന് ഞങ്ങൾ ഇരുന്ന് പഠിച്ചോളാം അമ്മ. ഇന്ന് ഫുൾ ഞങ്ങൾ ഇരുന്ന് പഠിക്കും. അതെ അമ്മേ, ഇനി ഞങ്ങൾക്കൊരു വിശ്രമമില്ല, എല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ കിടക്കും. നടക്കട്ടെ, ചെല്ല്. എന്തായാലും പുറത്തു വരുമല്ലോ. എന്ത്? ഒന്നുമില്ല, എൻ്റെ മക്കളെ നല്ല മക്കളാ, നന്നായിട്ട് പഠിച്ചൂന്ന് പറഞ്ഞ. ചെല്ലിട്ടാ. ചേച്ചി ഒട്ടില്ല. ആടി ചീറ്റി പോയി.